السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين ولا عدوان إلا على الظالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മർഹമത്തും മഗ്ഫറത്തും ലഭിക്കുന്ന വിഭാഗത്തിൽ നമ്മയും നമ്മുടെ അഹ്ലുകാരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു ബർസഖിയായ സന്തോഷങ്ങളെ പ്രദാനം ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ ദിനത്തിൻ്റെയും സമയങ്ങളുടെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദോഷങ്ങളെയൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യട്ടെ. അഹ്ലുൽ ഖുദ്സിന് അല്ലാഹു ഇസ്സത്തും സ്വബറും ഹിമ്മത്തും പ്രദാനം ചെയ്യട്ടെ. അഅദാഇനെ അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. ബൈത്തുൽ മുഖദ്ദസിൻ്റെ സന്തോഷകരമായ സംരക്ഷണം കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളായി അനുഗ്രഹം നൽകിയ ഹിദായത്തിൻ്റെ മധുരം അനുഭവിക്കാൻ അവസരം നൽകിയ വിഭാഗമാണ് മുഅ്മിനീങ്ങൾ. മുഅ്മിനീങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നിടത്ത് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, മുഅ്മിനീങ്ങൾ എപ്പോഴും ആന്തരികമായ നന്മകളെ നിരന്തരമായി കൊണ്ടു നടക്കണമെന്നാണ്. പ്രത്യക്ഷമായി നമ്മൾ കാണുന്ന സന്തോഷങ്ങൾക്കപ്പുറത്ത്, പ്രത്യക്ഷമായി നമ്മൾ അനുഭവിക്കുന്ന സൗകര്യങ്ങൾ, സുഖങ്ങൾ, അനുഗ്രഹങ്ങൾ, അതിനേക്കാളൊക്കെ അപ്പുറത്ത് ആന്തരികമായ നന്മകളും ക്വാളിറ്റിയുമാണ് ഒരു മുഅ്മിനിനെ അടയാളപ്പെടുത്തേണ്ടത്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, മുസ്ലിംകളല്ലാത്ത ആളുകളെ നമ്മൾ കാണുമ്പോൾ അവർ ആളുകളോട് നല്ല നിലക്ക് വർത്തമാനം പറയുന്നുണ്ട്, ജനങ്ങളോടൊക്കെ നല്ല ഇടപെടലുകളാണ്, പുഞ്ചിരിയാണ്, എല്ലാം അവർക്കുണ്ട്. പക്ഷേ ആ മനുഷ്യനേക്കാളും ഏറ്റവും ഉയർന്നയാളാണ്, പ്രവർത്തനത്തിൽ ഒരു പക്ഷേ ദൂഷ്യങ്ങളുണ്ടെങ്കിലും ഉള്ളിൽ ഈമാനും ഹിദായത്തുമുള്ള ആളുകൾ. കാരണം ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കപ്പെടുന്നത് നമ്മുടെ ഈ ബാഹ്യമായ പ്രവർത്തനങ്ങളെ കൊണ്ടല്ല, ബാഹ്യമായ കർമ്മങ്ങളെ കൊണ്ടല്ല. അത് നമുക്കിടയിൽ ഒരു പക്ഷേ അതായിരിക്കും ആസ്വാദ്യകരം. ബാഹ്യമായ പ്രവർത്തനങ്ങളെക്കാൾ അതിനേക്കാൾ ബലമുണ്ട് ആന്തരികമായിട്ടുള്ള നന്മകൾക്ക്. നമ്മളൊരു പക്ഷേ ആളുകളോട് പുഞ്ചിരിക്കുന്നതിനേക്കാൾ വലിയ വിലയുള്ള നന്മയാണ് ഉള്ളിലുള്ള ഈമാൻ എന്ന് പറയുന്ന നന്മ. നമ്മൾ ആളുകളുടെ മുമ്പിൽ നല്ല രീതിയിൽ ഇടപഴകുന്നതിനേക്കാൾ ബലമുള്ള, കനമുള്ള ഒരു സൽക്കർമ്മമാണ് നമ്മുടെ ഉള്ളിലുള്ള ഹിദായത്ത് എന്ന സൽക്കർമ്മം, വിശ്വാസം എന്ന സൽക്കർമ്മം, യഖീൻ എന്ന കാര്യം. ദൗർഭാഗ്യവശാൽ ആധുനിക ലോകത്ത് മനുഷ്യർ പുരോഗതി എന്താണ് എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ തീരുമാനിക്കുന്നത് ഭൗതികമായ നേട്ടങ്ങൾ എന്തൊക്കെയുണ്ട് എന്നതിനെക്കുറിച്ചാണ്. പരിഷ്കൃത സമൂഹമാണ്, പുരോഗമനം സ്വീകരിച്ച സമൂഹമാണ് എന്ന് നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തെക്കുറിച്ച് ആളുകൾ പറയാറുണ്ട്. ഒരു മനുഷ്യൻ എപ്പോഴാണ് പുരോഗമിക്കുന്നത്? ഒരു മനുഷ്യൻ എപ്പോഴാണ് പരിഷ്കരിക്കപ്പെട്ട് ഏറ്റവും മികച്ചതാവുന്നത്? എപ്പോഴാണ്? ആ മനുഷ്യൻ്റെ നിർമ്മാണത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെ അവൻ കണ്ടെത്തുമ്പോഴല്ലേ. ഒരു പരിഷ്കരിക്കപ്പെട്ട ഒരു വസ്തു ഏറ്റവും മികച്ചതാകുന്നത് എപ്പോഴാണ്? അതിൻ്റെ പോരായ്മകളൊക്കെയും പരിഹരിക്കപ്പെടുമ്പോഴല്ലേ. ഒരു മൊബൈൽ എന്ന് പറയുന്ന ഉപകരണത്തെ പരിഷ്കരിച്ച് നന്നാക്കി അത് പുരോഗമിച്ചു എന്ന് പറയുന്നത് എപ്പോഴാണ്? അതിൻ്റെ പുറത്തുള്ള കവർ മാറ്റുമ്പോഴാണോ? ഒരു ഇലക്ട്രോണിക് ഉപകരണം ഏറ്റവും മികച്ചതാവുന്നത് അതിൻ്റെ പുറത്തുള്ള അതിൻ്റെ കവറോ അതിൻ്റെ കാണാനുള്ള മൊഞ്ചോ മികച്ചതാക്കുമ്പോഴാണോ? അല്ല, അതിനകത്ത് ഉള്ളിലുള്ള ഫങ്ഷനുകൾ എത്രത്തോളം പെർഫെക്റ്റായി നിലനിൽക്കുന്നു എന്നതാണ്. അതിനേക്കാൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ എത്ര തവണ മികച്ചു എന്നതാണ് പരിഗണിക്കപ്പെടുക. ലോകത്ത് മുഴുവനും അങ്ങനെയാണ്. അതുകൊണ്ടൊരു മനുഷ്യൻ പുരോഗതി പ്രാപിക്കുന്നു എന്നിടത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു മുഅ്മിനിൻ്റെ പുരോഗതിയും മുഅ്മിനിൻ്റെ പരിഷ്കാരവും മുഅ്മിനിൻ്റെ ഉയർച്ചയും ഒക്കെ തീരുമാനിക്കപ്പെടേണ്ടത് എവിടെയാണ്?
മനുഷ്യനെ കണ്ടെത്തുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് അവൻ്റെ പുരോഗതി ഉണ്ടാകുന്നത്. ഞാനിത് പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ നമുക്കൊക്കെയും ദുനിയാവിൻ്റെ സൗകര്യങ്ങളിലാണ് നമ്മുടെ താല്പര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഗസയെക്കുറിച്ച് പറയും, നോർത്ത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെക്കുറിച്ച് പറയും, ആഫ്രിക്കയിലെ കഷ്ടപ്പെട്ട മുസ്ലിമീങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെയും നമ്മുടെ ഉള്ളിൽ അവർ പാവങ്ങൾ, അവർ പുരോഗതിയൊന്നും അനുഭവിക്കാൻ കഴിയാത്തവർ. നമ്മളെല്ലാ പുരോഗതിയും കിട്ടിയവരാണ്. നമുക്ക് വസ്ത്രങ്ങളുണ്ട്, നമുക്ക് പള്ളികളുണ്ട്, മദ്രസയുണ്ട്, വിഭവങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, പട്ടിണിയില്ല. അപ്പം നമ്മളാണ് ഏറ്റവും മികച്ചവർ, നല്ല പുരോഗതിയിലുള്ളത് എന്ന് നമുക്ക് തോന്നുകയാണ്. പക്ഷേ നമ്മൾ ഒരുപക്ഷെ ഫലസ്തീനിലുള്ളവരെക്കാൾ കൂടുതൽ പേടിക്കുന്ന ആളുകൾ നമ്മളാണ്. അവിടുത്തെ കാര്യത്തിൽ ഗസയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ അരികിലേക്ക് ചെന്ന്, കുഞ്ഞുങ്ങളുടെ അരികിലേക്ക് ചെന്ന് പറഞ്ഞാൽ പോലും അവർ പറയും, ഈ ഭൂമിയിൽ ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ ഷഹാദത്ത് നേടലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് കണ്ടിരുന്നു, ഗസയിൽ നിന്ന് കുറിപ്പ് കണ്ടിരുന്നു. മദ്രസയിലേക്ക് വരുന്ന കുട്ടികൾ, ആ കുട്ടികൾ ഇപ്പോൾ മദ്രസയിലേക്ക് വരാറില്ല. ഗസയിലെ സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികൾ ഇപ്പോൾ വരാറില്ല. കാരണം 4 അഷ്ഹദ, അവർ സർട്ടിഫിക്കറ്റ് നേടിക്കഴിഞ്ഞു. ഒരു മുഅ്മിനിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച സർട്ടിഫിക്കറ്റ് ഏതാണ്? അത് ഷഹാദത്താണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഷഹാദത്ത്. പക്ഷെ നമ്മുടെ കരുതൽ എന്താണ്? ഈ ഭൗതിക ലോകത്ത് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളാണ് ഏറ്റവും മികച്ച യോഗ്യത എന്നാണ്. യോഗ്യതയുടെ കാര്യത്തിലും നന്മയുടെ കാര്യത്തിലും മനുഷ്യന്റെ പുരോഗതിയുടെ കാര്യത്തിലുമൊക്കെ മുഅ്മിനിന്റെ ഉള്ളിൽ തീരുമാനിക്കപ്പെടേണ്ടത് തസ്കിയത്തുൻ നഫ്സാണ്. അവന്റെ ഉള്ളിൽ എത്രത്തോളം നന്മകളുണ്ട് എന്നതാണ് പരിഗണിക്കപ്പെടുക. ഇതിനെക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ തന്നെ പലരും അമുസ്ലിമീങ്ങളായ ആളുകൾ അവർ നന്മകൾ എത്ര ചെയ്താലും അവർ സ്വർഗത്തിലുണ്ടാകും, അവർക്ക് ഈമാൻ ഇല്ലെങ്കിലും ഹിദായത്തില്ലെങ്കിലും അവരൊക്കെയും സ്വർഗത്തിലുണ്ടാകുമെന്ന ജൽപ്പനങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ ആളുകളുടെ മുമ്പിൽ കാണിക്കുന്ന പ്രത്യക്ഷമായ പ്രവർത്തനങ്ങളുടെ ചെറിയ അംശം പോലും ആന്തരികമായ നന്മകൾക്ക് നൽകാതിരിക്കുമ്പോഴാണ്. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ആർക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷയുണ്ടാവുക? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഒരു ദിവസം വരാനുണ്ട്, നിങ്ങളെല്ലാവരും നിങ്ങളുടെ രക്ഷയും നിങ്ങളുടെ പുരോഗതിയും നിങ്ങളുടെ അഭിമാനവുമാണെന്ന് കരുതിയ നിങ്ങളുടെ ധനം, നിങ്ങളുടെ സന്താനം, നിങ്ങളുടെ വിഭവങ്ങൾ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, ഇതൊന്നും അവിടെ ഉപകരിക്കില്ല. നിങ്ങൾ കരുതി നിങ്ങളുടെ പുരോഗതിയുടെ ആണിക്കല്ല് കിടക്കുന്നത് ധനത്തിന്റെ ബേസ്മെന്റിലാണെന്ന്, ആ ഫൗണ്ടേഷനിലാണെന്ന്. നമ്മൾ കരുതിയത് നമ്മുടെ നാട്ടിലെ ഭൗതികമായ യോഗ്യതകളുടെ ഫൗണ്ടേഷനിലാണ് എൻ്റെ പുരോഗതി എന്ന് കരുതി. പക്ഷെ അള്ളാഹു പറയുന്നു, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, നിങ്ങളുടെ ധനം അവിടെ ഉപകരിക്കില്ല, നിങ്ങളുടെ സന്താനങ്ങൾ അവിടെ ഉപകരിക്കില്ല, ഒരാളെ കൊണ്ടും ഉപകാരമുണ്ടാകില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് സലീമായ ഹൃദയത്തോടുകൂടി പടച്ച റബ്ബിന്റെ സന്നിധിയിൽ ഹാജരാകുന്നവന് മാത്രമേ അവിടെ രക്ഷയുള്ളൂ. ഖൽബുൻ സലീം ഉണ്ടാവുക എന്നതാണ് പ്രധാനം. ഈ ഖൽബുൻ സലീം എങ്ങനെയാണ് ഉണ്ടാവുക? ഇന്ന് കാലം വർദ്ധിക്കുന്നതിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസുണ്ട്, ഞാൻ എൻ്റെ ഉമ്മത്തിൽ ശിർക്ക് വരുമെന്ന് ഞാൻ ഭയക്കുന്നില്ല. എൻ്റെ ഉമ്മത്ത് വിഗ്രഹങ്ങൾ ആരാധിക്കുമെന്നോ സൂര്യനെ ആരാധിക്കുമെന്നോ അല്ലാഹുവല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുമെന്നോ എനിക്ക് പേടിയില്ല. പക്ഷേ എൻ്റെ ഉമ്മത്തിൽ ഭയപ്പെടുന്ന കാര്യം ഞാൻ അശ്ർകുൽ ഖഫിയ്, അശ്ർകുൽ ഖഫി, ഗോപ്യമായ ശിർക്കിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. ഏതാണ് ആ ശിർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ മുഅ്മിനീങ്ങളായ ആളുകൾ അവർ എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യും, എന്നിട്ടോ യറാഊന ബി അഅ്മാലിഹിം, അവർ അവരുടെ കർമ്മങ്ങളെ വലിയ കർമ്മങ്ങളായിട്ട് അവർ സ്വയം വിലയിരുത്തും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ അത് മികച്ച കാര്യങ്ങളായിട്ട് വിലയിരുത്തും. ഏതാനും ദിക്റുകൾ ചൊല്ലുമ്പോൾ, ഏതാനും പേജ് ഖുർആൻ ഓതുമ്പോൾ, ഇന്നലത്തേതിനേക്കാൾ ഖുർആൻ ഓതുമ്പോഴേക്ക് ഞാൻ ഇന്നു മുതൽ നന്നായി എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഉള്ളിൽ ഈമാനുള്ള, യഖീനുള്ള, തഖ്വയുള്ള, തൗബയുടെ മനസ്സോടു കൂടി ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾക്ക് ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം എന്ന് വായിക്കുമ്പോൾ ഞാൻ 24 മണിക്കൂറല്ല 24,000 മണിക്കൂർ ഇരുന്ന് ഓതിയാലും എനിക്ക് ഖൽബുൻ സലീം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ എന്ന് നിരാശ വരും. നമ്മൾ അരമണിക്കൂർ ഇരുന്ന് ഖുർആൻ ഓതുക എന്ന പണിയിലാണ് നമ്മുടെ ശ്രദ്ധ. ഖൽബുൻ സലീമിലേക്ക് എത്തുന്നുണ്ടോ എന്ന ജാഗ്രതയുണ്ടാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളിടക്ക് ഞാൻ ഭയപ്പെടുന്ന കാര്യം ഇതാണ്. നബി തങ്ങൾ പറയുന്ന സൽക്കർമ്മങ്ങളൊക്കെ അനേകം ചെയ്യും, പക്ഷേ ഈമാനില്ലാത്ത സൽക്കർമ്മങ്ങളെ കൊണ്ട് കാര്യമുണ്ടാകില്ല. പരിശുദ്ധ ഖുർആനിൽ 300-ലധികം സ്ഥലങ്ങളിൽ 6236 ആയത്തിലെ 300-ലധികം ആയത്തുകളിൽ ഈമാനും അമലും സ്വാലിഹും ഒരുപോലെയാണ് കൂട്ടിപ്പറഞ്ഞിട്ടുള്ളത്.
ഈമാനില്ലാതെ അമലുൻ സ്വാലിഹ് കൊണ്ട് കാര്യമില്ല. അമലുൻ സ്വാലിഹ് അമലുൻ സ്വാലിഹ് ഇല്ലാത്ത ഈമാന് കൊണ്ടും കാര്യമില്ല. ഇത് രണ്ടും പൂരകങ്ങളായി മാറണം. അത് മുഅ്മിനിന്റെ പ്രത്യേകമായ ഗുണമാണ്. വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഒരാൾ മുസ്ലിമായി എന്ന് പറയുന്നതിനെ സ്വീകരിക്കപ്പെടുന്നത് എപ്പോഴാണ്? അള്ളാഹുവിലേക്ക് വളരെ മികച്ച രീതിയിൽ ദഅവത്ത് നടത്തണം. അതോടൊപ്പം തന്നെ അവന്റെ ഖൽബിൽ ഈമാൻ ഉണ്ടാകണം, അമലുൻ സ്വാലിഹ് ഉണ്ടാവുകയും വേണം. ഇത് പരസ്പര പൂരകങ്ങളായിട്ട് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു കാലം വരുമ്പോൾ അവിടെ ആളുകൾ അമലുകൾ ചെയ്യും. ആ അമലുകൾ ചെയ്തിട്ട് നബി തങ്ങൾ ഉദാഹരണം പറയാണ്. ഒരാൾ നോമ്പെടുക്കും, സുന്നത്ത് നോമ്പായിരിക്കും എടുക്കുന്നത്. പക്ഷേ സുന്നത്ത് നോമ്പ് എടുത്തിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിൽ അവർക്ക് ഭക്ഷണത്തോട് മോഹം തോന്നും. ആ മോഹത്തിന് അടിമപ്പെട്ടുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കും, അവർ നോമ്പിനെ ഒഴിവാക്കി കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്ന കാര്യം ഇതാണ്, കർമ്മങ്ങൾ ഉണ്ടാകില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. ഉള്ള കർമ്മങ്ങളിൽ മേനി നടിക്കുന്ന കാലം വരും. എങ്ങനെയാണത് പരിഹരിക്കുക? മുസ്ലിം ലോകം അതിനെ പരിഹരിച്ചിട്ടുണ്ട്. അതിനെ പരിഹരിച്ചത് നഫ്സിനെ തസ്കിയത്ത് നടത്തിയിട്ടാണ്. നമുക്ക് മനുഷ്യനെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന, പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ ബോഡി മാത്രമാണെന്നൊരു ധാരണ നമുക്കുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ബോഡി നിർവഹിക്കുന്നതിനേക്കാൾ ധർമ്മം നിർവഹിക്കുന്നത് ആന്തരികമായിട്ടുള്ള ഹൃദയവും നമ്മുടെ മസ്തിഷ്കവുമാണ്. ഒരു ശരീരത്തിന്റെ ബാഹ്യമായ അവയവങ്ങളെക്കാൾ കൂടുതൽ നിയന്ത്രണങ്ങൾ നിർവഹിക്കുന്നത് ആന്തരികമായ അവയവങ്ങളാണ്. ആന്തരികമായ അവയവങ്ങളിൽ റൂഹും നഫ്സുമാണ് മനുഷ്യന്റെ മുഴുവൻ നിയന്ത്രണങ്ങളുടെയും ആണിക്കൽ എന്ന് പറയുന്നത്. നമ്മുടെ വികാരങ്ങൾ എവിടെ നിന്നും ഉണ്ടാകുന്നതാണ്. ശരീരം എന്ന് പറയുന്നത് ഉള്ളിലുള്ള പ്രോഗ്രാമിന്റെ ഒരു ഇഫക്റ്റ് മാത്രമാണ്. എൻ്റെ ഉള്ളിൽ ദേഷ്യം എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ കൈ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് മർദ്ദനമായിട്ട് വരുന്നത്. എൻ്റെ നാക്കിൽ നിന്ന് ഒരാളോട് വിദ്വേഷത്തിന്റെ പരാമർശം ഉണ്ടാകുന്നത്. അതിന് ഞാൻ പുറത്ത് ചികിത്സിച്ചിട്ട് കാര്യമില്ല. പുറത്തൊരു പുഞ്ചിരി, കൃത്രിമമായ പുഞ്ചിരി നിർമ്മിച്ചത് കൊണ്ട് കാര്യമില്ല. എൻ്റെ ഉള്ളിലെ നഫ്സിനെ തസ്കിയത്ത് ചെയ്യപ്പെടണം. ആ തസ്കിയത്ത് എങ്ങനെ നടക്കും? നമുക്കൊക്കെ ഈ നമ്മുടെ പ്രത്യക്ഷമായ ബോഡിയെ കുറിച്ചുള്ള ആലോചനകളുണ്ട്. നമ്മുടെ നാട്ടിൽ കുട്ടികൾ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സവിശേഷമായ ശാസ്ത്രശാഖ തന്നെ പഠിക്കുന്നുണ്ട്. ആളുകളെ കാണുമ്പോൾ എങ്ങനെ കൈ കൊടുക്കണം, എങ്ങനെ ചിരിക്കണം, എങ്ങനെ അവരോട് സംസാരിക്കണം, അല്ലേ? ഇതൊക്കെ കൃത്രിമമാണ്. ഈ കൃത്രിമമായ ചിരികളെ കൊണ്ട് കാര്യമില്ല. ആന്തരികമായ നന്മകൾ ഉണ്ടാകണം. ആ നന്മകളെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും? അത് തസ്കിയത്തുൻ നഫ്സ് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലൈസ കുല്ലു മുസല്ലിൻ യുസല്ലി, നിസ്കരിക്കുന്നവരൊന്നും നിസ്കരിക്കുന്നവരായി കണക്കാക്കപ്പെടുകയില്ല. കുറെ ആളുകൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അവിടെ നിസ്കാരമൊന്നും നിസ്കാരമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. ഇന്നമാ തഖബ്ബൽ, അല്ലാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്നമാ അതഖബ്ബലു സ്വലാത മൻ തവാലഅ ലിഅളമതി, ഞാൻ സ്വീകരിക്കുന്നത് എനിക്ക് നിസ്കരിക്കുന്ന ആളുകൾ എനിക്ക് വേണ്ടി എത്രത്തോളം വിനയത്തോടെ തവാദുഅോടുകൂടി എൻ്റെ മഹത്വത്തെ, എൻ്റെ ജലാലിയത്തിനെ അവൻ പരിഗണിക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ്. ഇതിനെ വിശദീകരിച്ചിട്ട് സൂഫികൾ പറഞ്ഞു, ലോകത്തുള്ള മനുഷ്യരൊക്കെയും മുസ്ലിങ്ങളൊക്കെയും ഇങ്ങനെ നിസ്കരിച്ചിരുന്നുവെങ്കിൽ ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, ലോകത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് വൃത്തികേടുകൾ വരുമായിരുന്നോ? മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് ദുർനടപ്പുകൾ വരുമായിരുന്നോ? അത് വരുന്നത് എന്തുകൊണ്ടാണ്? നിസ്കാരം ഉണ്ടായിട്ടും വരുന്നത് എന്തുകൊണ്ടാണ്? ഇന്നമാ അതഖബ്ബലു സ്വലാത മൻ തവാലഅ ലിഅളമതി, എൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകളില്ലാതെ പോയത് കൊണ്ടാണ്. വലം യുസിറ അലാ മഅസിയതി, എനിക്കെതിരെയുള്ള തിന്മകളിൽ അവൻ നിരന്തരമായി മുഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ നിസ്കാരവും അള്ളാഹുവിൻ്റെ അടുക്കൽ നിസ്കാരമേയല്ല. പരിഗണന മുഴുവൻ ഉള്ളിലാണ്. പ്രത്യക്ഷമായിട്ട് നമ്മൾ എത്ര വിനയം കാണിക്കുന്നു എന്നതല്ല, നിയ്യത്തിനെയാണ് പരിഗണിക്കപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്കിടയിലും അമുസ്ലിം കുഫറിനിടയിലും ഈമാനിനിടയിലും കൃത്യമായ മാനദണ്ഡമുണ്ട്. മുഅ്മിനീങ്ങൾ കാഫിറുകളല്ല എന്ന് നമ്മുടെ അമൽ കൊണ്ട് മാത്രം ബോധ്യപ്പെടുത്തപ്പെട്ടാൽ പോരാ. അങ്ങനെ ബോധ്യപ്പെടുമ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ തെറിച്ചു പോകുന്നത്. മുഅ്മിനും കാഫിറും തമ്മിൽ വേർതിരിയുന്ന പോയിന്റ് എവിടെയാണ്? ഇന്ന ബൈനർ റജുലി വബൈനൽ മുശ്രിക് വശിർകി വൽ കുഫ്രി തർക്കു സ്വലാത്തി, ഒരു മുഅ്മിനായ മനുഷ്യന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള മാറ്റം എന്ന് പറയുന്നത് നിസ്കാരത്തെ ഒഴിവാക്കലാണ്. എന്താ അത് രണ്ടുപേർക്കിടയിലുള്ള ഏക മാനദണ്ഡമായിട്ട് നബി തങ്ങൾ പറഞ്ഞത് നിസ്കാരത്തെ ഒഴിവാക്കുന്നു എന്നാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയ മിനിറ്റുകൾ മാത്രം വരേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എന്താണ് മാറ്റം? 24 മണിക്കൂറിനുള്ളിൽ ഞാൻ എന്ന് പറയുന്നത് കേവലം ദാസൻ മാത്രമാണ്, വിനീത വിധേയനായ അടിമ മാത്രമാണ്. എനിക്കൊന്നും ഭൂമിയിൽ അധികാരപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ ഓർക്കുന്ന നിമിഷങ്ങളാണ് എൻ്റെ നിസ്കാരത്തിന്റെ സമയം. അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുന്ന നേരത്ത് ഈ ഭൂമിയിൽ അല്ലാഹുവിനേക്കാൾ വലുതായിട്ട് ഞാൻ ഒന്നിനെയും കാണുന്നില്ല.
ഈ ഭൂമിയിലുള്ളത് അഖിലവും ചെറുതാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ ലില്ലാഹി, എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. ഇത് പറയുന്ന അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ, ഒരു ദിവസം 24 മണിക്കൂറിനിടയിൽ ഇത് പറയുന്ന മനുഷ്യനാണ്, അവനാണ് കാഫിറിന്റെയും മുഅ്മിനിന്റെയും ഇടയിലുള്ള വേർതിരിവ്. അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്നിട്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, ഉന്നതനായ റബ്ബേ നീയാണ് പരിശുദ്ധൻ, ഞാൻ പാവം അടിമയാണ്, അബ്ദുക്കനിന്റെ അടിമ മാത്രമാണ് റബ്ബേ എന്ന് പറയുന്ന ബോധ്യത്തിന്റെ ഉള്ളടക്കം അത് അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോഴാണ് നമ്മളും കുഫറും തമ്മിൽ വേർതിരിയുന്നത്. ഇത് ഉള്ളിലില്ലാതെ അരമണിക്കൂറല്ല 2 മണിക്കൂറും 4 മണിക്കൂറും നമ്മൾ നിസ്കരിക്കുന്നു, ഈ ഉള്ളടക്കം നമ്മുടെ ഉള്ളിൽ അകപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ നിസ്കാരങ്ങൾ നമുക്ക് ഫലം ചെയ്യില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈ അളമത്തിനെ തിരിച്ചറിയുക, അള്ളാഹുവിന്റെ മഹത്വത്തെ, എൻ്റെ ദൗർബല്യത്തെ തിരിച്ചറിയുക എന്ന ആന്തരികമായ യഖീനിന്റെ നന്മയാണ് നമുക്കുണ്ടാകേണ്ടത്. മഹാനായ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ലോകത്തറിയപ്പെട്ട സൂഫിയാണ്. മഹാനവറുകളുടെ ചരിത്രത്തിൽ കാണാം, മഹാനവറുകൾ ആദ്യകാലത്ത് അങ്ങാടിയിലൂടെ വെറുതെ ചുമ്മാ നടന്നു കളയുന്ന ഒരാളായിരുന്നു. അദ്ദേഹം എങ്ങനെയാണ് ഒരു സാഹിദായി മാറിയത് എന്നതിനെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബിശ്റുൽ പറയാണ്, ഞാൻ ഒരു ദിവസം എൻ്റെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ബാത്റൂമിൻ്റെ പരിസരത്ത് വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന എഴുതിയ ഒരു കുറിപ്പ് എൻ്റെ കയ്യിൽ കിട്ടി. ഞാനതിങ്ങനെ കയ്യിലെടുത്തു. പടച്ചോനെ, അള്ളാഹുവിൻ്റെ പേരെഴുതിയ കുറിപ്പ്, ആയത്താണല്ലോ ഇത് ഇങ്ങനെ ആരാണ് ഇവിടെ മോശമായ രീതിയിൽ ഇവിടെ എറിഞ്ഞു കളഞ്ഞത്? ഞാൻ അങ്ങാടിയിൽ പോയി, എൻ്റെ പോക്കറ്റിൽ ആകെ 2 ദിർഹമാണുള്ളത്, എനിക്ക് വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ആ ദിർഹം കൊടുത്തിട്ട് ഏറ്റവും മികച്ച ഒരു വസ്തു വാങ്ങിയിട്ട് ഞാൻ ഇത് മൊത്തമായിട്ട് ക്ലീൻ ചെയ്തു, വൃത്തിയാക്കി സുരക്ഷിതമായൊരു സ്ഥലത്ത് ഞാൻ സൂക്ഷിച്ചു. അന്ന് രാത്രി ഞാനൊരു കിനാവ് കണ്ടു. കനവിൽ വന്നിട്ട് ഒരാൾ പറയാണ്, ബിശ്റുൽ ഹാഫിയോട് പറയാണ്, നിങ്ങൾ നമ്മുടെ പേരിനെ ഔന്നിത്യത്തിലേക്കാക്കുകയും അതിനെ നന്നാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ നാമത്തെ ദുനിയാവിലും ആഖിറത്തിലും നാം മികച്ച മനോഹരമുള്ള സുഗന്ധമുള്ളതാക്കി മാറ്റിക്കളയുമെന്ന് ബിശ്റുൽ ഹാഫിയോട് പറഞ്ഞു എന്നാണ്. അതിനുശേഷം ലോകത്തറിയപ്പെട്ട സൂഫിയായി, സാഹിദായി ആളുകൾ പിന്നെ പറയും ബിശ്റിനെ പോലെയാകൂ എന്ന് നാട്ടുകാർ പറയുന്ന രീതിയിലേക്ക് ആത്മീയമായ മാറ്റമുണ്ടായി. എന്താണ് അതിൻ്റെ കാരണം? ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്കുണ്ട്, ജനങ്ങൾക്ക് കൊടുത്ത ഒരു ഉപദേശം, ലൗ തഫക്കറന്നാസു ഫി അളമത്തില്ലാഹി മഅസൗല്ലാ. ജനങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനോട് ധിക്കാരം ചെയ്യാൻ കഴിയില്ല. പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ നിന്നുകൊണ്ട് പ്രിൻസിപ്പാളിനെ ധിക്കരിക്കാൻ വിദ്യാർത്ഥിക്ക് കഴിയില്ല. നമ്മൾ ഈ വീട്ടിൽ ഇത് അള്ളാഹുവിൻ്റെ സ്ഥലമാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അത് അള്ളാഹുവിൻ്റെ ഇടങ്ങളാണ്, അള്ളാഹു നമുക്ക് നൽകിയ ദാനങ്ങളാണ്. ഇതിനകത്ത് ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹുവിനെ കാണുന്നത് പോലെയാണ് ഞാൻ ജീവിക്കുന്നത്, നടക്കുന്നത്, ഇരിക്കുന്നത് എന്ന് ബോധ്യമുള്ള ഒരാൾക്ക് മഅസവില്ല, അള്ളാഹുവിനെ ധിക്കരിക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല. ഈ ബോധം ഉള്ളിലേക്ക് പകരണമെങ്കിൽ ബോധമുള്ളവർ തരണം, അവർ കത്തിച്ചു തരണം. അവരാണ് സൂഫികൾ, അവരാണ് ആരിഫുകൾ. അവരുടെ മുമ്പിലേക്കാണ് നന്മയുടെ ത്വരീഖുൽ ഹഖ് വെളിപ്പെടുക. അവർ നമുക്ക് കാണിച്ചു തരും, നീ ഇന്ന വഴിയിലേക്ക് പോയിക്കോ, നീ ഇങ്ങനെ ചെയ്യരുത്, നീ ഇങ്ങനെ പറയരുത്, നീ ഇന്ന ദിക്റുകൾ ചെല്ലണം, നീ ഇങ്ങനെ ഖുർആൻ ഓതണം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കുറ്റിയിൽ നമ്മളെ പിടിച്ച് കെട്ടാൻ നമ്മൾ തയ്യാറാകുന്നിടത്ത് മാത്രമാണ് നമുക്ക് ഹക്കിൻ്റെ വഴിയെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സബീലുൽ മുഅ്മിനീങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അറിയിക്കാനുള്ളത്, നമ്മുടെ ദർസ് പള്ളിയിൽ വളരെ മനോഹരമായി അൽഹംദുലില്ലാ നടന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം, അവർക്ക് മെസ്സ് സൗകര്യപ്പെടുത്തി ഭക്ഷണം നൽകുക എന്നതാണ് നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് മുത്തഅല്ലിമീങ്ങൾ നമ്മുടെ പള്ളിയിൽ അവർ ഇൽമു പഠിക്കുന്നു എന്ന് നമ്മുടെ നാടിൻ്റെ സുരക്ഷ കൂടിയാണ്, ഒരു സെക്യൂരിറ്റി കൂടിയാണ്. ഈ പള്ളിയുടെ ചുറ്റുമുള്ള ആളുകൾക്കൊക്കെയും അതിൻ്റെ നന്മകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മക്ബറയിലുള്ള ആളുകൾക്കൊക്കെയും അതിൻ്റെ ഖൈറുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തങ്ങളുടെ എല്ലാ നാടും വീടും സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇവർ ഒന്ന് പഠിക്കുന്നത് അവരുടെ നാട്ടിൽ സൗകര്യമില്ലാത്തതുകൊണ്ടോ അവരുടെ കുടുംബം നോക്കാൻ ആളില്ലാത്തതുകൊണ്ടോ ഒന്നല്ല. അതൊക്കെ പഴയ കാലത്തായിരുന്നു. ഇന്നവർ ദീനിനു വേണ്ടി വരികയാണ്. അപ്പോൾ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളാണ് കൊടുക്കേണ്ടത്. ഒരു ചെറിയ പൊട്ടിയ വസ്തു കൊണ്ടെങ്കിൽ നിങ്ങൾ അവരെ പൊട്ടിയ പേന കൊണ്ടെങ്കിലും സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം മുതഅല്ലിമീങ്ങൾക്കുള്ള സഹായത്തെക്കുറിച്ച്. അത് നമ്മുടെ നാടിൻ്റെ ഒരു ഷിആറായി മാറണം. ഇവിടെ എത്രയോ കാലമായി ദർസിൻ്റെ മനോഹരമായ പാരമ്പര്യം നമ്മുടെ ഈ പള്ളിയിലുണ്ട്. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അവർക്ക് ഭക്ഷണം
നമ്മൾ മെസ്സ് ഒരുക്കുമ്പോൾ അതിനനുസരിച്ച് സാമ്പത്തികമായ ചെലവുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നിലവിലുള്ള കുട്ടികളുടെ എണ്ണം അനുസരിച്ച് പ്രഭാത ഭക്ഷണത്തിന് 800 രൂപയും ഉച്ചഭക്ഷണത്തിന് ഒരു ദിവസം 1000 രൂപയും രാത്രി ഭക്ഷണത്തിന് 1000 രൂപ, അങ്ങനെ ഒരു ദിവസത്തെ സാധാരണ ഭക്ഷണത്തിന് 2800 രൂപയും സ്പെഷ്യൽ ഭക്ഷണങ്ങൾ നൽകുകയാണെങ്കിൽ 3500 രൂപയും ചിലവ് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനുള്ള സഹായങ്ങൾ ചെയ്യണം. ആ സഹായങ്ങൾ നൽകുകയും ഉത്തരവാദപ്പെട്ട ആളുകൾ അറിയിക്കുകയും ചെയ്യുക. അതിനനുസരിച്ചുള്ള ബറക്കത്തുകൾ നമുക്കുണ്ടാകും. നമുക്കൊക്കെയുള്ള അനുഭവങ്ങളാണല്ലോ. നമ്മളൊക്കെ ജീവിതത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ സഹായങ്ങൾ നൽകിയത് നമ്മുടെ ജീവിതത്തിൽ ഹൈറുകൾ ലഭിക്കാൻ കാരണമായതിൻ്റെ അനുഭവമുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ ധാരാളം ആളുകൾ ഉണ്ടാവും. നമ്മൾ ഇൽമിനെ സഹായിക്കുന്ന നിയ്യത്താണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളെല്ലാവരും